നിങ്ങൾക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള നിങ്ങളുടെ 2 മക്കൾ നിങ്ങളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ബാംഗ്ലൂരിൽ. അവർ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഉണ്ട്. ഇനി കണ്ണു തുറന്നു ഇടത് സൈഡിൽ നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന 2 പേര്, ലിജോ സാറും ലിനോ, അവർ 2 പേരും നിങ്ങളുടെ മക്കളായിട്ടായിരിക്കും എനിക്കാണ്. നിങ്ങൾ കണ്ണു തുറന്നു പോയി കഴിഞ്ഞാൽ ഇനി ഇടത് സൈഡിൽ നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ 2 മക്കൾ ഇവിടെ നിങ്ങൾക്ക് സർപ്രൈസ് തരാൻ വന്നിട്ട് ഇപ്പൊ തന്നെ ഹാപ്പിയാണ്. അമ്മയെ വിളിക്കുന്നുണ്ട്, കണ്ണു കണ്ടുപിടിച്ചായി നോക്കി മക്കൾ വന്നിരിക്കുന്നു. സർപ്രൈസ്. എങ്ങനെ വന്നതായിരിക്കും അല്ലേ? മക്കളല്ലേ അത്? എന്റെ മക്കളൊക്കെ സന്തോഷമില്ലാതെ സർപ്രൈസ് എന്നതാ. ഞങ്ങൾ സർപ്രൈസ് തരാൻ വേണ്ടി വന്നു. എവിടെ പോയെന്നൊക്കെ അറിയണമല്ലോ. ഇവിടെ തന്നെ വന്നതാണോ വേറെ കറങ്ങാൻ പോയതാണോ? ഹസ്ബൻഡ് ഇല്ല, മക്കൾ മാത്രമേ. ഏതോ അങ്കിളിന്റെ കൂടെ വന്നതെന്ന് പറഞ്ഞു. അമ്മ ചോദിക്കുമ്പോ ചിരിക്കുന്നോ? കൊടുക്ക്, 2 കൊടുക്ക്. അടി വേണോ? അടിക്കാറില്ല. ഹസ്ബൻഡ് ഇല്ലാതെ വരില്ല. ഏതോ അങ്കിളിന്റെ കൂടെ വന്നതെന്ന് പറഞ്ഞു. വെളിയിലുണ്ടല്ലേ അച്ഛൻ? അങ്ങനെ പറ്റിച്ചതാലോ. ഇപ്പൊ താഴെ ഉണ്ട് അച്ഛൻ, ബാറിലുണ്ട്. ഓ എന്നാ തുടങ്ങി. വെള്ളം പറയണോ? ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മോളുടെ പേരെന്താ? മോളുടെ പേര്? ഞാൻ മോനായിട്ടാണ് പോകുന്നത്. അല്ല, ഞാൻ ഇത് ഡ്രസ്സിങ് കണ്ടപ്പോ ബാംഗ്ലൂരാണല്ലേ? മറ്റേ പേരെന്താ? പൂജ പുണ്യ. ഓക്കെ, അടികൂടുന്നേ മക്കൾ, അടികൂടുന്നേ. എന്താ ഒരു ഇത്ര ആൾക്കാർ അടികൂടുന്നു? ശരിയല്ല, പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ പറഞ്ഞോണ്ടാ ഞാൻ. എത്ര വയസ്സുണ്ട്? അവര് മലയാളത്തില് സംസാരിക്കുന്നത് അതറിയില്ലല്ലേ? അമ്മ അറിയാതെ മലയാളം പഠിച്ചു ഇല്ല. അത് സർപ്രൈസ് ആണ്. മലയാളം ഞാൻ തെലുങ്ക് പറഞ്ഞു. കന്നഡ ഹാലുസിനേറ്റഡ് ആണോ? അത് കന്നഡ അല്ല പറയുന്നത്. ಗೊತ್ತು ഇതിന്റെ എല്ലാം കന്നഡ മലയാളം എല്ലാം കന്നഡ കുത്തിൽവാ. അവര് കന്നഡവും അവര് ഇംഗ്ലീഷാ പറയാ. Actually, we just wanted to have fun. I know some Malayalam, so that's why I was trying to speak in Malayalam. Simple as that. Something fishy. ഒന്നും ഇങ്ങോട്ടോ, എന്നോ നോക്കി. നമുക്ക് ശരിയാക്കാം. ജസ്റ്റ് ഒന്ന് റിലാക്സ് ആയിട്ട് പോയി കൊടുത്തേ. എന്റെ കണ്ണിലേക്ക് സൂക്ഷിച്ച് നോക്കി. നല്ലൊരു ഡീപ് ബ്രീത്ത് എടുത്ത് സ്ലീപ്പ്. ഡീപ്പർ. ഇനി കണ്ണു പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉറങ്ങാനും പോകുന്നില്ല. ട്രാൻസ് സ്റ്റേജൊക്കെ മാറിയിട്ട് ഒരു നോർമൽ എനർജറ്റിക് ആയിട്ടുള്ള, നേരത്തേനേക്കാൾ എന്താ പറയാ, എനർജറ്റിക് ആയിട്ടുള്ള, ഭയങ്കര ബുദ്ധിയുള്ള, ഭയങ്കര മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ശാലിനിയായിട്ടായിരിക്കും കണ്ണുറക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾ എന്ത് പഠിച്ചാലും അതൊക്കെ പെട്ടെന്ന് മൈൻഡിലേക്ക് കയറും. ആ മൈൻഡിലേക്ക് കയറിയതൊക്കെ നിങ്ങൾക്ക് ഒരാളെ പേടിക്കാതെ പഠിക്കാനും പ്രവർത്തിക്കാനും സാധിക്കും. അത്രക്കും ബുദ്ധിശക്തിയും ടാലന്റ് ഒക്കെയുള്ള ശാലിനിയായിട്ടായിരിക്കും കണ്ണുറക്കാൻ പോകുന്നത്. ഞാൻ 1 to 3 വരെ എണ്ണുമ്പോൾ പതിയെ കണ്ണുകൾ തുറക്കാം. പക്ഷെ ഈ ലോകം നേരത്തേക്കാൾ മനോഹരമായിരിക്കും നിങ്ങൾ കണ്ണുറക്കാൻ പോകുന്ന സമയത്ത്. 1, ഇപ്പൊ നിങ്ങൾക്ക് ആ എനർജിയൊക്കെ തിരിച്ചു പോയ എനർജിയൊക്കെ കയറുന്നത്. ഇനി സ്ലീപ്പ് പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നില്ല. ആ ഹാലുസിനേഷൻ ഒക്കെ മാറി ഇപ്പൊ നോർമലായി വരുന്നുണ്ട്. 2, കൂടുതൽ എനർജി കയറി വരുന്നുണ്ട്. ഹാപ്പി ആവുന്നുണ്ട്, നിങ്ങൾ നന്നായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. 3 ഓപ്പറേസ്. ഹലോ, ഹാപ്പി അല്ലേ? എല്ലാവരും കൈയ്യിട്ട് എടുക്കോ? ഇരിക്കാനാ ഒക്കെ ഓർമ്മ ഉണ്ടോ നമ്മൾ ചെയ്തൊക്കെ? എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര ഇമ്പാക്ട് ആയത് എനിക്ക് ആ ഡൈനോസർ, എനിക്ക് ലിസേർഡ്, ബിക്കോസ് എന്താ പറയാ, ഒരു അവേർഷൻ, ഒരു അത് അടുത്ത് ലിസേർഡ് പോലെ ഒരു സത്യത്തിൽ ഫീൽ ചെയ്തു. അത് എന്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെ അത് എനിക്ക് ലോജിക്കലി എനിക്ക് കുട്ടികള് ദേ നെവർ സ്പീക്ക് കന്നഡ. എനിക്ക് എന്തോ ഒരു ഇവരെന്നെ കളിപ്പിക്കാണോ. ആൻഡ് ഹസ്ബൻഡ് ഇങ്ങനെ ഇവര് they will never come unplanned. അറബികളെ കണ്ടില്ലേ? അറബികളെ കണ്ടു. അപ്പൊ അവിടെ ഒരു വീട്ടിലെന്താ വെച്ചാ ഓ അത് എനിക്ക് ഭയങ്കര
See, thing is, I love. ഒരു ഹൈപ്പർ ആക്റ്റീവ് ആയ പോലെ ഉണ്ട്. നേരത്തെ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ഒക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ തലയൊക്കെ നല്ല സുഖമായിട്ടുണ്ട്. അത് ഫീൽ ചെയ്യുന്നുണ്ടോ? തലയൊക്കെ നോർമലായി, തലവേദനയൊക്കെ പോയി നല്ല എനർജി കയറി വരുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇനി ഞാൻ 3 വരെ എണ്ണി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. 1, 2, 3 ഓപ്പൺ യുവർ ഐസ്. പോയി. ഇപ്പൊ ഡിഫറൻസ് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ അല്ലേ? സെറ്റ് ആയില്ലേ? ഇത്രയേ ഉള്ളൂ. Feeling better. ബെറ്റർ. അവൻ നാവിക്ക് വേണ്ടി നല്ല റൈഡ് ഇടണ്ടേ? ഇല്ലേ? നല്ലൊരു സ്റ്റേജ് ക്ലോസ്